ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ പോകണം എന്ന്. ഞാൻ വിചാരിച്ചു. ഞാൻ അവൾക്ക് ഒരു മെയിൽ അയക്കണമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ പോയി അവളെ കാണണമെന്ന് വിചാരിച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ചെയ്യണമെന്ന്, ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് എന്നൊക്കെ. അവിടെയൊക്കെ നമുക്ക് ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഐ തോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു, അത് കഴിഞ്ഞ് ദാറ്റ്, അത് കഴിഞ്ഞ് നമുക്ക് എന്താണോ പറയേണ്ട സെൻറ്റൻസ് അത് പറയാം. ഞാൻ എന്താണോ വിചാരിച്ചത്, ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ഡൂ സംതിങ്. ഞാനൊരു കാര്യം, എന്ത് കാര്യമാണോ ചെയ്യേണ്ടത് അത് ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ഗോ ദർ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഞാൻ അവിടെ പോകണമെന്ന്. അതായത് അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. ഇപ്പോൾ ഷുഡ് ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴല്ലേ ഷുഡ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഷുഡ് ഗോ ദർ എന്ന് ഞാൻ വിചാരിച്ചു. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് സെൻഡ് എ മെയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു മെയിൽ അയക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ടോക്ക് ടു ഹെർ, അവളോട് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നോക്കൂ, ഐ തോട്ട് ദാറ്റ് എന്ന് കഴിഞ്ഞിട്ട് ഐ ഷുഡ്, പിന്നെ എന്താണോ ചെയ്യേണ്ടത് അത് അവിടെ അതിൻ്റെ ഏത് ആക്ടിവിറ്റിയാണോ അതിൻ്റെ ഒരു ബേസ് ഫോം അവിടെ ഉപയോഗിക്കുക. മെയിൽ അയക്കുക എന്ന് പറയുമ്പോൾ സെൻഡ് മെയിൽ എന്ന് ഉപയോഗിക്കുക. അവിടെ പോകുക എന്നാണെങ്കിൽ ഗോ ദർ എന്ന് ഉപയോഗിക്കുക. അപ്പോൾ ഗോ, സെൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ വേർബിൻ്റെയും ബേസ് ഫോമാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് അത്തരം സെൻറ്റൻസസ് പറയാം. ഐ തോട്ട് ദാറ്റ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റാണ്. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ഗോ ദർ, ഐ എന്ന സബ്ജക്റ്റാണ്. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് സെൻഡ് എ മെയിൽ, അവിടെയും ഐ എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ചു. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് നോട്ട് ടോക്ക് ഇൻ മലയാളം. ഞാൻ വിചാരിച്ചു, എന്താണ് ഞാൻ വിചാരിച്ചത്? ഐ ഷുഡ് നോട്ട് ടോക്ക് ഇൻ മലയാളം, മലയാളത്തിൽ ഞാൻ സംസാരിക്കണ്ട എന്ന് വിചാരിച്ചു. ഐ ഷുഡ് നോട്ട് ടോക്ക് ഇൻ മലയാളം. നോക്കൂ, ഷുഡ് കഴിഞ്ഞിട്ട് നോട്ട് ഉപയോഗിച്ചപ്പോൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസായി മാറി. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് നോട്ട് ടോക്ക് ടു ഹെർ. ഞാൻ വിചാരിച്ചു എന്താണ്? ഐ ഷുഡ് നോട്ട് ടോക്ക് ടു ഹെർ, ഞാൻ അവളോട് സംസാരിക്കണ്ട എന്ന്. ഇനി ഷുഡിന് പകരം നമുക്ക് വുഡ് ഉപയോഗിക്കാം. അത് എവിടെയാണ്? ഇപ്പോൾ ഞാൻ അവിടെ വരാമെന്ന് വിചാരിച്ചു, അപ്പോൾ വരാമെന്ന് വിചാരിച്ചു എന്നത് നമുക്കൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യമല്ലേ. ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നല്ലേ. അപ്പോൾ അവിടെ നമുക്ക് വുഡ് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഷുഡിനേക്കാളും കൂടുതൽ അവിടെ കറക്റ്റ് ആവുന്നത് വുഡാണ്. ഫ്യൂച്ചറിലെ കാര്യമല്ലേ എന്ന് കരുതി വിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല, അവിടെ വുഡാണ് ഉപയോഗിക്കേണ്ടത്. ഐ തോട്ട് ദാറ്റ് ഐ വുഡ് ഗോ ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഐ തോട്ട് ദാറ്റ് ഐ വുഡ് ടോക്ക് ടു ഹെർ, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഐ തോട്ട് ദാറ്റ് ഐ വുഡ് സെൻഡ് എ മെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മെയിൽ അയക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വുഡും ഷുഡും അത് ഉപയോഗിക്കുമ്പോൾ ചെറിയ ഒരു വ്യത്യാസം ഉണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് തോന്നുന്നത് നമുക്ക് ഷുഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചെയ്യാം എന്ന് നമ്മളൊരു ഫ്യൂച്ചറിലെ കാര്യത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് വുഡ് ഉപയോഗിക്കാം. അപ്പോൾ ഐ തോട്ട് ദാറ്റ് കഴിഞ്ഞ് സബ്ജക്റ്റ് ഉപയോഗിക്കുക, പിന്നെ വുഡോ ഷുഡോ എവിടെയാണ് ആ മീനിങ് ഏതാ വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ബേസ് ഫോമാണ്. ഇനി വേറൊരു എക്സ്പ്രഷൻ തോട്ട് ടു, അത് കഴിഞ്ഞാൽ വേർബിൻ്റെ ബേസ് ഫോം V1, പിന്നെ ഓബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു സാരി വാങ്ങാമെന്ന് വിചാരിച്ചു. ഐ തോട്ട് ടു ബൈ എ സാരി. തോട്ട് ടു കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ബൈ, അത് വേർബിൻ്റെ ബേസ് ഫോമാണ്. ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഐ തോട്ട് ടു ഗോ ദർ. ഞാനൊരു മൊബൈൽ വാങ്ങാമെന്ന് വിചാരിച്ചു. ഐ തോട്ട് ടു ബൈ എ മൊബൈൽ. നോക്കൂ, അവിടെ ദാറ്റിൻ്റെ ആവശ്യമില്ല, തോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ടു ആണ് ഉപയോഗിക്കുന്നത്. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ബൈ എ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു മൊബൈൽ വാങ്ങണമെന്ന് വിചാരിച്ചു. തോട്ട് ടു എന്നതിന് പകരം നമുക്ക് തോട്ട് നോട്ട് ടു എന്ന് ഉപയോഗിക്കാം. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആവും. ഐ തോട്ട് നോട്ട് ടു ടോക്ക് ടു ഹെർ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നോട്ട് ടു ടോക്ക് ടു ഹെർ, ഞാൻ അവളോട് സംസാരിക്കണ്ട എന്ന് വിചാരിച്ചു. അവിടെ തോട്ട് നോട്ട് ടു എന്നാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുന്നത്. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ തോട്ട് ടു ജോയിൻ ഡാൻസ് ക്ലാസ്. ഐ തോട്ട് ടു ജോയിൻ, ഞാൻ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണ്ട എന്ന് വിചാരിച്ചു. ഐ തോട്ട് നോട്ട് ടു ജോയിൻ ഡാൻസ് ക്ലാസ്.
ഇനി നമുക്ക് തോട്ട് ദാറ്റ് എന്ന് ഉപയോഗിച്ചിട്ടും അത് പറയാം. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് നോട്ട് ജോയിൻ ഡാൻസ് ക്ലാസ്. ജോയിൻ ചെയ്യണ്ട എന്ന് കരുതി. ഞാൻ ഒരു മൂവി കാണണ്ട എന്ന് വിചാരിച്ചു. ഐ തോട്ട് നോട്ട് ടു സീ എ മൂവി. ഒരു മൂവി കാണണ്ട എന്ന് വിചാരിച്ചു. നോട്ട് ടു സീ. അവിടെ ഐ തോട്ട് നോട്ട് ടു എന്നാണ് ഉപയോഗിക്കുന്നത്. ഐ തോട്ട് നോട്ട് ടു ക്ലീൻ ദ ഹൗസ്. ഹൗസ് ക്ലീൻ ചെയ്യേണ്ട എന്ന് ഞാൻ വിചാരിച്ചു. അതല്ലെങ്കിൽ നമുക്ക് ഐ തോട്ട് ദാറ്റ് എന്ന് ഉപയോഗിച്ച് പറയാം. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് നോട്ട് ക്ലീൻ ദ ഹൗസ്. അങ്ങനെയും പറയാം. തോട്ട് ദാറ്റ് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നീട് സബ്ജക്റ്റ് ഉപയോഗിക്കണം. ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ്. അങ്ങനെ. ഐ തോട്ട് ടു ആണെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ഇനി തീരുമാനിക്കുക എന്നതിന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് ഡിസൈഡ് എന്നല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയാമല്ലോ നമുക്ക്. അത്തരം സെൻറ്റൻസുകൾ തീരുമാനിച്ചു, അങ്ങനെ തീരുമാനിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡിസൈഡഡ് എന്നുപയോഗിക്കാം. പക്ഷേ ഡിസൈഡഡ് ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസൈഡഡ് ടു എന്നാണ്. ഐ ഡിസൈഡഡ് ടു മീറ്റ് യു. നിന്നെ മീറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു മീറ്റ്. നോക്കൂ, ടു കഴിഞ്ഞിട്ട് ഡിസൈഡഡ് ടു, പിന്നെ വേർബിൻ്റെ ബേസ് ഫോം. ഐ ഡിസൈഡഡ് ടു ബൈ സം വെജിറ്റബിൾസ്. കുറച്ച് വെജിറ്റബിൾസ് വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു പ്രിപ്പയർ ബിരിയാണി. ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ടു ഡിസ്കസ് ദിസ് മാറ്റർ. ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഡിസൈഡഡ് ടു പ്ലസ് V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. ഐ ഡിസൈഡഡ് ടു ബൈ എ കാർ. ഒരു കാറ് വാങ്ങാൻ ഞാൻ തീരുമാനിച്ചു. ഇത് നമുക്ക് ഡിസൈഡഡ് ദാറ്റ് വെച്ച് പറയാം. ഐ ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് ബൈ എ കാർ. ഞാനൊരു കാറ് വാങ്ങണമെന്ന് വിചാരിച്ചു എന്നായി. പക്ഷേ മീനിങ് ഒന്ന് തന്നെയാണ്. ഐ ഡിസൈഡഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിബേറ്റ്. ഡിബേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ദാറ്റ് ഐ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിബേറ്റ്. രണ്ട് തരത്തിലും നമുക്ക് പറയാം. പക്ഷേ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഐ ഡിസൈഡഡ് ടു പ്ലസ് V1 എന്ന ഒരു സ്ട്രക്ചറാണ്. ഇനി അടുത്തത് ഐ തോട്ട് വെദർ. ഐ തോട്ട് വെദർ എന്ന് ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ നമുക്ക് ഏത് ചെയ്യണമെന്ന ഒരു കൺഫ്യൂഷൻ വരില്ലേ, അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന്. അപ്പോഴാണ് വെദർ എന്നുപയോഗിക്കുന്നത്. കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കുന്നു. നമ്മൾ ഡോറിൻ്റെ അടുത്തേക്ക് ഡോറ് തുറക്കാനായി പോകുന്നു. ആ സമയത്ത് നമ്മുടെ ഫോൺ അടിക്കുന്നു. അപ്പോൾ നമ്മൾ ഫോൺ എടുക്കണോ അതല്ലെങ്കിൽ ഡോറ് തുറക്കണോ എന്ന ഒരു കൺഫ്യൂഷൻ, ഏതാണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരില്ലേ, അവിടെ നമുക്ക് തോട്ട് വെദർ എന്നുപയോഗിക്കാം. ഐ തോട്ട് വെദർ ഐ ഷുഡ് ഓപ്പൺ ദ ഡോർ ഓർ പിക്ക് ദ ഫോൺ. ഡോറ് തുറക്കണോ അല്ലെങ്കിൽ ഫോൺ പിക്ക് ചെയ്യണോ എന്ന് ഞാൻ വിചാരിച്ചു. ഐ തോട്ട് വെദർ. ബ്ലൂ സാരി സെലക്ട് ചെയ്യണോ റെഡ് സാരി സെലക്ട് ചെയ്യണോ എന്ന് ഞാൻ വിചാരിച്ചു. ഐ തോട്ട് വെദർ ഐ ഷുഡ് ചൂസ് റെഡ് സാരി ഓർ ബ്ലൂ സാരി. അവൾക്ക് ഒരു ഗോൾഡ് നെക്ലസ് കൊടുക്കണോ ഒരു ഡയമണ്ട് നെക്ലസ് കൊടുക്കണോ എന്ന് ഞാൻ വിചാരിച്ചു. അത് രണ്ടും ഒരു കൺഫ്യൂഷൻ വരുന്നു. അപ്പോൾ തോട്ട് വെദർ എന്ന് ഉപയോഗിക്കാം. ഐ തോട്ട് വെദർ ഐ ഷുഡ് ഗീവ് ഹെർ എ ഗോൾഡ് നെക്ലസ് ഓർ എ ഡയമണ്ട് നെക്ലസ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ കുഞ്ഞു കുഞ്ഞു എക്സ്പ്രഷൻസ് നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതൊക്കെ കൂടുതൽ സെൻറ്റൻസസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും.